കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓണമൊക്കെ ഇങ്ങെത്തി. ഇന്ന് നമുക്കിത്തിരി കരിക്ക പായസമായാലോ? അടപ്രഥമനും വെർമസെലിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ നമുക്ക് ഈ ഓണത്തിന് ഇത്തിരി കരിക്ക പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ ദാണ്ടെ കരിക്കൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ തെങ്ങിൽ നിന്ന് തന്നെ അടത്തിയതാണ്. ഒരു 4-5 കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി അതിൻ്റെ കാമ്പൊക്കെ ചുരണ്ടി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. കരിക്കിൻ്റെ വെള്ളവും ചേർത്താണ് അരച്ചെടുക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഞാനിത്തിരി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചു. അതിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചു. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് നന്നായി വെട്ടി തിളയ്ക്കണം. എന്നിട്ട് വേണം നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കാൻ. അപ്പം പാൽ അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിത്തിരി ചവ്വരി വേവിച്ചെടുക്കാം. കുറച്ച് മുമ്പ് തന്നെ, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തന്നെ ചവ്വരി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി. അത് നന്നായി കുതിർന്നിരുന്ന് അത് ദാണ്ട ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി കുതിർന്നിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അത് ഞാൻ ദാണ്ട തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ചേർത്തതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ദാണ്ട നന്നായി വെന്ത ചവ്വരിയാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാടിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് മധുരം ചേർക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചവ്വരിയിലും പാലിലും ഒക്കെ മധുരം നന്നായി പിടിക്കണം. ഈ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതില്ലാത്തത് കൊണ്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഞാൻ ദാണ്ട കരിക്ക് മിക്സിയിൽ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചിൻ്റെ കരിക്ക് വെള്ളവും കൂടെ ചേർത്താണ് അരച്ച് കൊടുത്തത്. അത് നമുക്ക് ഈ വെന്ത് കിടക്കുന്ന ചവ്വരി പാലിൻ്റെയും കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. പാലിൻ്റെയും ചവ്വരിയുടെയും മധുരമൊക്കെ ഇതിൽ പഞ്ചസാരയുടെയൊക്കെ മധുരം നന്നായി നമ്മുടെ കരിക്കിലൊക്കെ കിട്ടണം. പായസത്തിന് കരിക്കിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവണം. അതുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നന്നായി പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഏലക്ക ഞാൻ ഇത്തിരി പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി തീയൊന്നും വേണ്ട. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പായസത്തിന് വേണ്ട അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് ചേർക്കണം. അതിനു മുമ്പ് ഞാനൊരു സാധനം കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും. കരിക്കിൻ്റെ പീസാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് അരിഞ്ഞ കരിക്ക് നമുക്കൊന്ന് കടിക്കണമല്ലോ. മരത്തേത് അരച്ച് ചേർത്തത് കൊണ്ട് കടിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പായസം കുടിക്കുമ്പോഴത്തേക്ക് ഇത്തിരി കടിക്കാൻ കിട്ടട്ടോ എന്ന് കരുതി കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി വറുത്തു. എന്നിട്ട് ഇനി നമുക്കത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മൂപ്പിച്ചെടുക്കണം. അത് നോക്ക്, ബബിള് പോലെ നമ്മുടെ മുന്തിരിങ്ങ വീർത്ത് വരുന്ന കണ്ടോ? കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അതിന്. അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും എല്ലാം കൂടെ പായസത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അലങ്കരിക്കുന്നതിന് വേണ്ടി. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് പായസം മാറ്റിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിലേക്ക് അലങ്കാരത്തിനായിട്ട് ഞാൻ ദാണ്ട കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ കരിക്ക് പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. വെർമസെലിയോ അടപ്രഥമനോ ഉണ്ടാക്കുന്ന അത്ര സമയമൊന്നും വേണ്ട. എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം. 3-4 ഓണം ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.